ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ റിലീസ് ചെയ്ത 2 തമിഴ് സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ തമിഴ് ചിത്രം സൂര്യയുടെ ബിഗ് ബഡ്ജറ്റ് സിനിമ കരിയറിലെ തന്നെ വലിയ സിനിമയായ കങ്കുവിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലത്തേതുപോലെ ഇന്നും സിനിമയ്ക്ക് കേരള ട്രാക്കിംഗ് കളക്ഷനുള്ള വൻ ദുരന്തം കളക്ഷൻ വന്നിരിക്കുകയാണ്. ഇന്നലെ വെള്ളിയാഴ്ച ഇതേ സമയം 15,000 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 10,000 രൂപയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. 7 കോടി രൂപ പോലും കളക്ഷൻ ഫൈനൽ ടച്ച് ചെയ്യാനാവാതെ സൂര്യയുടെ കരിയറിൽ തന്നെ വലിയ ഡിസാസ്റ്റർ ആയിട്ട് കേരളത്തിൽ കങ്കുവ മാറിയിരിക്കുകയാണ്. അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ ഇന്ന് 10ാം ദിവസത്തെ കളക്ഷനോടെ 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിടുകയാണ്. ഇന്നലെ വരെ 99 കോടി 50 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 2 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 10 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 101-102 കോടി റേഞ്ചിലേക്ക് എത്തുന്നതാണ്. നാളെ ഞായറാഴ്ച കൂടി ഇന്നത്തേതിന് സമാനമായ കളക്ഷൻ അതല്ലെങ്കിൽ ഇന്നത്തെക്കാളും മികച്ചൊരു കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് അങ്ങനെ 105-110 കോടി റേഞ്ചിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ ഫൈനൽ കളക്ഷൻ അറിയാനായിട്ട്. ദീപാവലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ റെക്കോർഡ് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ശിവകാർത്തികേയൻ നായകനെത്തിയ അമരൻ എന്ന സിനിമ 25 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടാനൊരുങ്ങുകയാണ്. ഇന്നലെ വരെയുള്ള വെള്ളിയാഴ്ച വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പ്രകാരം 308 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ട സിനിമ ഇന്നത്തെ ശനിയാഴ്ച കളക്ഷനോടെ 310 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് ഗ്രോസ് ഇന്നത്തോടെ 148 കോടി കിടക്കും. നാളെ ഞായറാഴ്ചയോടെ 150 കോടി ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ചരിത്രപരമായ വമ്പൻ കളക്ഷനാണ് അമരൻ എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. കാത്തിരിക്കൂ സിനിമയുടെയും ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.